ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞടങ്ങുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ സച്ചി നീലിമയെ കാണുന്നുണ്ട്. നീലിമയുമായിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സെൽഫി നേരെ കൊണ്ടുവന്ന് കാണിക്കുന്നത് നമ്മുടെ ദേവൂട്ടിയാണ്, രേവതിയുടെ അനിയത്തിനെയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പൊ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട്, ഇതാ പെണ്ണല്ലേ എന്ന് പറയുന്നുണ്ട്. അതായത് സുധിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച പെണ്ണല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആ നീലിമേനെ വീണ്ടും നമ്മുടെ സച്ചി പോയി കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ ചതിച്ച സുധി എന്റെ ഏട്ടനാടി, എന്റെ അച്ഛന്റെ പൈസ കൊണ്ടാടി നീ മുങ്ങിയത് എന്ന് പറയാണ്. അപ്പൊ നീലിമ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയും അതിന്റെ പലിശയും തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇതെന്നോ വീട്ടിൽ വന്ന് പറയാമോ എന്ന് നീലിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീലിമയാണെങ്കിൽ ഇത് വീട്ടിൽ വന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. ശ്രുതിയാണ് പലിശയും കൂടി വേണമെന്ന് പറഞ്ഞത് ശ്രുതിയാണെന്നുള്ളൊരു കാര്യം നീലിമ എടുത്തു പറയുന്നുണ്ട്. ഇതും കൂടി അറിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രമതി ഒരു തുള്ളൽ തുള്ളുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിലിട്ട് നമ്മുടെ ശ്രുതിനെ ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നുണ്ട്. കാരണത്തിട്ടും മുതുകത്തിട്ടൊക്കെ അടിച്ചടിച്ചടിച്ചടിച്ച് ശ്രുതിനെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയും വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്തു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ കണ്ട സ്വപ്നം ഫലിച്ചിരിക്കുകയാണ്. കള്ളത്തരമൊക്കെ അടപടലം പൊളിച്ചടക്കിയിരിക്കുകയാണ് നമ്മുടെ സച്ചി, അല്ലെ? കാത്തിരിക്കാട്ടോ, അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.